എനി ടൈം ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ഗായത്രി. പ്രധാന വാർത്തകൾ. ആന എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട ഹൈക്കോടതി ഉത്തരവിനെതിരെ കെ രാജൻ. സന്ദീപ് വാര്യർ KPCC ജനറൽ സെക്രട്ടറിയാകും. ടീം കോമിന് നഷ്ടപരിഹാരം നൽകാനുള്ള നീക്കം ദുരൂഹമെന്ന് VD സതീശൻ. ശബരിമലയിൽ നടൻ ദിലീപ് VIP പരിഗണനയിൽ ദർശനം നടത്തിയതിൽ വിമർശനവുമായി ഹൈക്കോടതി. വാഴാനി മേഖലയിൽ മധ്യവയസ്കനായ കർഷകന് ലിഷ്മായിയാസിസ് എന്ന രോഗം കണ്ടെത്തി. സുരേഷ് ഗോപിക്ക് സിനിമയിൽ അഭിനയിക്കാൻ BJP കേന്ദ്ര നേതൃത്വം അനുമതി നൽകി. വാക്കുതർക്കത്തിനും ബഹളത്തിനുമിടയിൽ ജയിൽ മോചിതനായ PR അരവിന്ദാക്ഷൻ നഗരസഭയിലെത്തി. വാർത്തകൾ വിശദമായി. ആന എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട ഹൈക്കോടതി ഉത്തരവിനെതിരെ കെ രാജൻ. ആന എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട ഹൈക്കോടതി ഉത്തരവിനെതിരെ റവന്യൂ മന്ത്രി കെ രാജൻ രംഗത്ത്. ഹൈക്കോടതിയുടെ ഉത്തരവ് അപ്രായോഗികമാണെന്ന് പറഞ്ഞ മന്ത്രി കോടതിയുടെ ചില നിരീക്ഷണങ്ങളോട് യോജിക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് വിവരിച്ചു. ഈ സാഹചര്യത്തിൽ സർക്കാർ നിയമനിർമ്മാണത്തെക്കുറിച്ചുള്ള ആലോചനയിലാണ്. നിയമനിർമ്മാണത്തിലൂടെ പ്രശ്നത്തിന് പരിഹാരം കാണാൻ ആലോചന നടക്കുകയാണെന്നും മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഈ ആഴ്ച തന്നെ ഉന്നതതല യോഗം വിളിക്കുമെന്നും റവന്യൂ മന്ത്രി വിവരിച്ചു. തൃശൂർ പൂരം അതിന്റെ പൂർണ്ണ പെരുമയോടെ തന്നെ ഒരു കോട്ടവും തട്ടാതെ നടത്തണമെന്നാണ് സർക്കാർ നിലപാടെന്നും മന്ത്രി വ്യക്തമാക്കി. സന്ദീപ് വാര്യർ KPCC ജനറൽ സെക്രട്ടറിയാകും. BJP വിട്ട് കോൺഗ്രസിൽ ചേർന്ന സന്ദീപ് വാര്യരുടെ പദവി സംബന്ധിച്ച് KPCC പുനഃസംഘടനയ്ക്ക് മുൻപ് തീരുമാനമുണ്ടായേക്കുമെന്ന് വിവരം. KPCC ജനറൽ സെക്രട്ടറി സ്ഥാനത്തിൽ ധാരണയായെന്നാണ് സൂചന. തീരുമാനം വൈകരുതെന്നും സജീവ പ്രവർത്തനത്തിൽ ഇറങ്ങണമെന്നും സന്ദീപ് നേതൃത്വത്തെ അറിയിച്ചു. പാർട്ടി ഏത് പദവി തന്നാലും സ്വീകരിക്കുമെന്ന് AICC നേതൃത്വവുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം സന്ദീപ് വാര്യർ പ്രതികരിച്ചു. പാലക്കാട് തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ വൻ വിജയത്തിലെത്തിക്കാൻ സന്ദീപ് വാര്യരുടെ വരവോടെ കഴിഞ്ഞു എന്ന വിലയിരുത്തലും കോൺഗ്രസ് നേതൃത്വത്തിനുണ്ട്. എന്നാൽ കോൺഗ്രസിലേക്ക് വന്നയുടനെ ഇത്രയും വലിയൊരു പദവി സന്ദീപ് വാര്യർക്ക് നൽകുന്നതിൽ അണികൾക്ക് എതിർപ്പുണ്ട്. ഇക്കാര്യം ആരും പരസ്യമായി പറയുന്നില്ലെന്നതാണ് വാസ്തവം. സന്ദീപ് വാര്യർക്കൊപ്പം മറ്റ് നിരവധി BJP നേതാക്കളും കോൺഗ്രസിലെത്തുമെന്ന സന്ദീപ് വാര്യരുടെ വാഗ്ദാനവും നടന്നിട്ടില്ല. ന്യൂസ് ഡെസ്ക് എനി ടൈം. ടീം കോമിന് നഷ്ടപരിഹാരം നൽകാനുള്ള നീക്കം ദുരൂഹമെന്ന് VD സതീശൻ. ടീം കോമിന് നഷ്ടപരിഹാരം നൽകാനുള്ള നീക്കം ദുരൂഹമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. വീഴ്ച വരുത്തിയത് ആരാണ്, സർക്കാരാണോ ടീം കോമാണോ എന്ന് VD സതീശൻ ചോദിച്ചു. കരാർ ലംഘനമുണ്ടായെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. 2005 കൃത്യമായ AMU ഉണ്ടായിരുന്നുവെന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. ADM നവീൻ ബാബുവിന്റെ മരണത്തിൽ CBI അന്വേഷണം വേണ്ടെന്ന നിലപാട് സർക്കാരിന് ചില കാര്യങ്ങൾ ഒളിക്കാനുള്ളത് കൊണ്ടാണെന്ന് VD സതീശൻ പറഞ്ഞു. പ്രശാന്തൻ ആരുടെ ബിനാമിയാണെന്നും ആരെ സംരക്ഷിക്കാനാണ് ശ്രമിക്കുന്നതെന്നും അദ്ദേഹം ചോദിച്ചു. കുടുംബത്തിന്റെ ആവശ്യം സർക്കാർ എന്തുകൊണ്ടാണ് അംഗീകരിക്കുന്നത്? പോലീസ് അന്വേഷണത്തിൽ കുടുംബത്തിന് നീതി കിട്ടില്ലെന്ന് VD സതീശൻ പറഞ്ഞു. ശബരിമലയിൽ നടൻ ദിലീപ് VIP പരിഗണനയിൽ ദർശനം നടത്തിയതിൽ വിമർശനവുമായി ഹൈക്കോടതി. ശബരിമലയിൽ നടൻ ദിലീപ് VIP പരിഗണനയിൽ ദർശനം നടത്തിയതിൽ വിമർശനവുമായി ഹൈക്കോടതി. വിഷയത്തിൽ ദേവസ്വം ബോർഡിനോട് കോടതി വിശദീകരണം തേടിയിരുന്നു. ഇതിലാണ് ഹൈക്കോടതി വിശദീകരണം തേടിയത്. ദിലീപിന്റെ ദർശന സമയത്തെ CCTV ദൃശ്യങ്ങൾ ഹാജരാക്കാൻ ദേവസ്വം ബോർഡിനോട് ഹൈക്കോടതി ആവശ്യപ്പെട്ടു. വിഷയം ചെറുതായി കാണാനാകില്ലെന്ന് പറഞ്ഞ കോടതി 12:30 മുന്നേ ദേവസ്വം മറുപടി അറിയിക്കണമെന്നും ആവശ്യപ്പെട്ടു. ഉച്ചയോടെ റിപ്പോർട്ട് നൽകുമെന്ന് ദേവസ്വം ബോർഡും പറഞ്ഞു. വാഴാനി മേഖലയിൽ മധ്യവയസ്കനായ കർഷകന് ലിഷ്മായിയാസിസ് എന്ന രോഗം കണ്ടെത്തി. തെക്കുംകര പഞ്ചായത്തിലെ വാഴാനി മേഖലയിലെ മധ്യവയസ്കനായ കർഷകന് ലിഷ്മാനിയാസിസ് എന്ന രോഗം കണ്ടെത്തി. വലത് കൈയിൽ ഉണങ്ങാത്ത വ്രണവുമായി വിവിധ ആശുപത്രികളിൽ ചികിത്സ തേടിയ ഇയാൾ ഒടുവിൽ വടക്കാഞ്ചേരി ശാസ്ത ഹെൽത്ത് കെയർ ആൻഡ് സെന്ററിലെ സീനിയർ സർജൻ M ശശികുമാറിനെ സമീപിക്കുകയായിരുന്നു. സംശയം തോന്നിയതിനാൽ ബയോപ്സിയിലൂടെ രോഗം സ്ഥിരീകരിച്ചതെന്ന് ഡോക്ടർ ശശികുമാർ എനി ടൈം ന്യൂസിനോട് പറഞ്ഞു. ഏകദേശം 3 ആഴ്ച മുമ്പ് വാഴാനി ഭാഗത്ത് മധ്യവയസ്കനായ ഒരാൾ മറ്റേ കയ്യിലൊരു വ്രണവുമായി ആശുപത്രിയിൽ വന്നു. 4 മാസമായി അദ്ദേഹം പല ആശുപത്രികളിലായിട്ട് ചികിത്സയാണ്. ഉണങ്ങാൻ താമസമുള്ള രീതിയിലുള്ള ഇത്തരം
നമ്മളോ ഒരു മുഴയല്ല, ചെറിയൊരു മുഴ. ഇത്തരം മുഴകൾ സാധാരണ നമ്മളത് ഇഷ്ടപ്പെട്ട ബയോപ്സി ടെസ്റ്റ് ചെയ്ത് വേണ്ടിയിട്ടാണ് രോഗം നിർണ്ണയിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ബയോപ്സി ടെസ്റ്റ് ചെയ്തപ്പോൾ അത് ക്യൂട്ടാനിയസ് ലീഷ്മാനിയാസിസ് എന്ന രോഗം ഈ രോഗം നമ്മുടെ ഈ ഭാഗങ്ങളിൽ നിന്ന് നമുക്ക് സാൻഫ്ലൈ എന്ന് പറയുന്ന ചെറിയ കീടമായതിനെ ഇതിൻ്റെ കടിയേറ്റ് കിട്ടുന്നവർക്കാണ് ഇത് ത്വക്കിൽ ചെറിയ മുഴകളായോ വ്രണങ്ങളായോ വരാം, വായ്ക്കകത്ത് വരാം, പിന്നെ ഉദരത്തിൽ ലിവർ ക്ലീൻ തുടങ്ങിയ അവയവങ്ങളെ ബാധിച്ച് നീരുണ്ടാക്കി കാലാസാർ എന്ന ഗുരുതരമായ രോഗമുണ്ടാകും. നമ്മുടെ നാട്ടിൽ 1958 നിലമ്പൂർ കരുളായി എന്ന സ്ഥലത്താണ് ആദ്യമായിരുന്നു. അതിനുശേഷം പല ഭാഗത്തും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഭാഗങ്ങളിൽ ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ എവിടെയും കാണുന്നു. ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ ബീഹാറാണ്. ഒരു വർഷത്തിൽ ഏകദേശം 3 ലക്ഷത്തിൽ 3 തൊട്ട് 5 ലക്ഷം വരെ ആൾക്കാർക്ക് ഇത് ബാധിക്കും. ഏറ്റവും ബുദ്ധിമുട്ട് എന്താ വെച്ചാൽ ഇതിൻ്റെ മരുന്നുകൾ നമ്മൾ കാണും. ഒരു ജനങ്ങളുടെ അറിവിലേക്കായിട്ടും പിന്നെ കൺസർവേഷനായിട്ട് കൺസർവേഷൻ അറിയിച്ചിട്ടുണ്ട്. പകരുമോ? ഈ സാൻഫ്ലൈ എന്ന് പറയുന്ന ഒരു ചെറിയ ഒരു 2-3 മില്ലിമീറ്റർ വലുപ്പമുള്ള ചെറിയൊരു കീടത്തിൻ്റെ ഇതിൻ്റെ കീടം ഇതിൻ്റെ കടികൂടിയാണ്. ആ കീടത്തിന് ഈ അണുബാധമാണ്. അപ്പോൾ ഇതൊരു പ്രോട്ടോസോവ, ഒരു ചെറിയ കീടം, ഈ കേസ്മിനിയ എന്ന് പറഞ്ഞൊരു പ്രോട്ടോസോവയാണ്. അപ്പോൾ അത് ബാധിച്ച സാൻഫ്ലൈ എന്ന കീടങ്ങൾ വ്യക്തികളിൽ നിന്ന് പകരാനുള്ള ചാൻസ് വ്യക്തികളിൽ നിന്ന് ഈ കീടത്തിൻ്റെ കടിയിൽ ബാധിച്ച ഒരു വ്യക്തി ആ ബാധിച്ച വ്യക്തിയെ കഴിച്ച കീടം നമ്മളെ കഴിക്കുകയാണെങ്കിൽ നമുക്ക്. സാൻഫ്ലൈ എന്ന ചെറു പ്രാണിയിൽ നിന്നാണ് രോഗം പരത്തുന്നത്. വ്രണത്തിൽ കടിച്ച പ്രാണി മറ്റൊരാളെ കടിച്ചാൽ അയാളിലും രോഗം പകരാമെന്ന് ഡോക്ടർ പറഞ്ഞു. 1980-ൽ ബാരൂരിലാണ് ആദ്യം രോഗം റിപ്പോർട്ട് ചെയ്തത്. തൊലിപ്പുറത്തും വായിലും ആദ്യം വ്രണങ്ങളുണ്ടാകും. പിന്നീട് ശരീരത്തിലെ മറ്റു ഭാഗങ്ങളിലേക്കും മാരകമായ രോഗമായി മാറും. രോഗത്തിനുള്ള മരുന്നിൻ്റെ ലഭ്യത കുറവാണ്. കേരളത്തിൽ രോഗത്തിന് ചികിത്സിക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്നും ഡോക്ടർ ശശികുമാർ പറഞ്ഞു. മലയോര പ്രദേശങ്ങളിലാണ് രോഗം കൂടുതലായി കണ്ടുവരുന്നത്. ബീഹാറിലാണ് രോഗം കൂടുതലുള്ളത്. സുരേഷ് ഗോപിക്ക് സിനിമയിൽ അഭിനയിക്കാൻ BJP കേന്ദ്ര നേതൃത്വം അനുമതി നൽകി. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിക്ക് സിനിമയിൽ അഭിനയിക്കാൻ BJP കേന്ദ്ര നേതൃത്വം അനുമതി നൽകി. സിനിമയ്ക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയതിനെ തുടർന്ന് ഷൂട്ടിംഗ് മുന്നിൽ കണ്ട് വളർത്തിയിരുന്ന താടിമീശ അദ്ദേഹം ഒഴിവാക്കിയിരുന്നു. അനുമതി കിട്ടിയതിനെ തുടർന്ന് വീണ്ടും താടി വളർത്തി തുടങ്ങി. വൈകാതെ ഷൂട്ടിംഗ് പുനരാരംഭിക്കുമെന്നാണ് അറിയുന്നത്. 8 ദിവസത്തെ ഷൂട്ടിംഗ് ആണ് അടുത്ത ഷെഡ്യൂളിൽ നടത്താനുള്ളത്. കേന്ദ്ര സഹമന്ത്രി എന്ന നിലയിലുള്ള ഭാരിച്ച ഉത്തരവാദിത്തങ്ങൾ സിനിമ അഭിനയം തടസ്സമാണെന്നായിരുന്നു പാർട്ടി നിലപാട്. ഇതേ തുടർന്ന് വർഷത്തിൽ ഒരു സിനിമയിൽ അഭിനയിച്ചാൽ മതിയെന്ന നിർദ്ദേശവും നൽകിയിരുന്നു. എന്നാൽ താൻ ഏറ്റെടുത്ത പല പ്രവർത്തനങ്ങളും മുന്നോട്ട് കൊണ്ടുപോകാനുള്ള പണം സമ്പാദിക്കുന്നതിനാണ് സിനിമയിൽ അഭിനയിക്കുന്നതെന്ന വാദമാണ് സുരേഷ് ഗോപി മുന്നോട്ട് വെച്ചത്. മാസങ്ങൾക്കൊടുവിൽ ഈ നിലപാട് പാർട്ടി ഭാഗികമായി അംഗീകരിച്ചിരിക്കുകയാണ്. ഒറ്റക്കൊമ്പൻ എന്ന സിനിമയിൽ കേന്ദ്ര കഥാപാത്രമായി അഭിനയിക്കുന്നതിനാണ് അദ്ദേഹം താടി വളർത്തിയിരുന്നത്. തിരുവനന്തപുരത്താണ് സിനിമയുടെ ഷൂട്ടിംഗ്. ഡിസംബർ 29 മുതൽ ജനുവരി 5 വരെയാണ് ഇപ്പോൾ ആദ്യ ഷെഡ്യൂൾ നിശ്ചയിച്ചിരിക്കുന്നത്. ഇനി ഒരു ഇടവേള. ഒരു ദിവസത്തേക്കായി ഇനി ഒരുപാട് പണം ചിലവഴിക്കേണ്ട. വിവാഹ വസ്ത്രങ്ങളും ആഭരണങ്ങളും മിതമായ നിരക്കിൽ വാടകയ്ക്ക് ലഭിക്കുന്ന ഹെന ട്രിങ്കറ്റ്സ് എന്ന സ്ഥാപനം വടക്കാഞ്ചേരിയിൽ പ്രവർത്തനം ആരംഭിച്ചു. സേവ്യർ ചിറ്റപ്പള്ളി MLA ഉദ്ഘാടനം ചെയ്തു. സീരിയൽ ആർട്ടിസ്റ്റ് കൃഷ്ണേന്ദു മുഖ്യാതിഥിയായിരുന്നു. മർച്ചന്റ്സ് അസോസിയേഷൻ യൂണിറ്റ് പ്രസിഡന്റ് അജിത് കുമാർ മല്ലയ്യ ആദ്യ വിൽപ്പന നിർവഹിച്ചു. വടക്കാഞ്ചേരി മെയിൻ റോഡിൽ ലാമിയ സിൽക്സിന് സമീപത്താണ് പുതിയ സ്ഥാപനം.
കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ 8921862766 9995673426. വാർത്തകൾ തുടരുന്നു. വാക്കുതർക്കത്തിനും ബഹളത്തിനുമിടയിൽ ജയിൽ മോചിതനായ PR അരവിന്ദാക്ഷൻ നഗരസഭയിലെത്തി. അങ്ങനെയൊന്നുമില്ല. അത് നിങ്ങൾ പറയുന്ന നിയമമാണ്. നിങ്ങൾ പറയുന്ന നിയമമാണ്. നിങ്ങൾ പറയുന്ന നിയമമാണ്. നിങ്ങൾ അതിന്റെ നടപടിക്രമം അനുസരിച്ച് നിയമപരമായിട്ടുള്ള നടപടി എടുത്തോളൂ. അത് എടുത്തിട്ടുണ്ട്. അതെടുത്തോളൂ. അങ്ങനെയാണെങ്കിൽ ഇത്തരത്തിലുള്ള അയോഗ്യനായ ഒരാളെ ഇരുത്തിക്കൊള്ളൂ. അയോഗ്യൻ നിങ്ങളെ തീരുമാനിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് അരവിന്ദാക്ഷനെ അയോഗ്യനായി കൽപ്പിക്കുക. പിന്നെ നിങ്ങൾ എന്തൊരു അയോഗ്യം പറയാൻ അരവിന്ദാക്ഷൻ അയോഗ്യം എന്ന് പറയുന്നത് എനിക്ക് പറയാൻ അവകാശമുണ്ടോ? നിങ്ങൾക്ക് പറയാൻ അവകാശമുണ്ട്. എനിക്ക് പറയാൻ അവകാശമില്ല. അരവിന്ദാക്ഷൻ അയോഗ്യനല്ല അയോഗ്യനല്ല എന്ന് പറഞ്ഞാണ് അരവിന്ദാക്ഷൻ യോഗത്തിൽ പങ്കെടുക്കുന്നത്. നിങ്ങൾ പറഞ്ഞു ഞാൻ കേട്ടല്ലോ. ഞാൻ പറയട്ടെ. നിങ്ങൾ പറഞ്ഞു ഞാൻ കേട്ടല്ലോ. അയോഗ്യൻ എന്ന് തീരുമാനിക്കുക കൗൺസിലർ അജിത് കുമാറല്ല. അജിത് കുമാറിന്റെ അഭിപ്രായമാണ്. അഭിപ്രായം കേട്ടു. ഞങ്ങളിതാ ഈ യോഗം അത് ചെയ്തോളൂ. അതുകൊണ്ട് കാര്യമല്ല. നിങ്ങളുടെ തറവാട്ടുക യോഗമായിട്ട് നടത്തുക. തറവാട്ടുമല്ലാതെ ഇതൊരു തറവാട്ടുകയല്ല. ജനങ്ങളെ തെരഞ്ഞെടുക്കപ്പെട്ട ഭരണസമിതിയാണ്. വടക്കാഞ്ചേരി നഗരസഭാ കൗൺസിലർ PR അരവിന്ദാക്ഷനെ നഗരസഭാ യോഗത്തിൽ പങ്കെടുപ്പിച്ചതിനെ ചൊല്ലി നഗരസഭയിൽ ഭരണപക്ഷവും പ്രതിപക്ഷവും തമ്മിൽ വാക്കേറ്റവും ബഹളവും നടന്നു. അരവിന്ദാക്ഷൻ കുറ്റവാളിയല്ല. PMLA കോടതി കേസെടുത്തതിന്റെ ഭാഗമായി കുറ്റവാളിയല്ല എന്നുള്ളത് തന്നെ അരവിന്ദാക്ഷൻ യോഗത്തിൽ അതായത് ചെയർമാൻ പങ്കെടുക്കാനുള്ള അവകാശമുണ്ട്. അവകാശത്തിന്റെ ഭാഗമായിട്ടാണ് അരവിന്ദാക്ഷൻ ജാമ്യം കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ അരവിന്ദാക്ഷൻ പങ്കെടുക്കും. ഒരു മിനിറ്റ്, കേസിനെ കുറിച്ചോ ഈ നഗരസഭയ്ക്ക് പുറത്തുള്ള ഒരു കാര്യത്തെ കുറിച്ചോ ഞങ്ങൾ സംസാരിക്കുന്നില്ല. നഗരസഭയിൽ ഭരണഘടനാ പ്രകാരം 93-94 ആക്ട് അനുസരിച്ച് രൂപീകൃതമായതാണല്ലോ മുനിസിപ്പൽ നഗരസഭ ആക്ട്. ആ മുനിസിപ്പാലിറ്റി ആക്ടിൽ 92 സെക്ഷനിൽ പറയുന്ന പോലെ 3 മാസത്തെ 3 മീറ്റിങ്ങിൽ കൂടുതൽ ഹാജരാവാതിരിക്കുകയോ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലോ ജനറൽ കമ്മിറ്റിയിലോ ഹാജരാവാതിരുന്ന ഒരാൾ അയോഗ്യനാണ്. അപ്പോൾ അതിൽ കൂടുതൽ ഹാജരാവാതിരുന്ന അരവിന്ദാക്ഷൻ നിയമപ്രകാരം മുനിസിപ്പൽ ആക്ട് അനുസരിച്ച് ഭരണഘടന അനുസരിച്ച് അയോഗ്യനാണ്. അങ്ങനെ അയോഗ്യനായ ഒരാൾ, അത് സെക്രട്ടറിയാണ് പറയേണ്ടത്, അയോഗ്യനായ ഒരാളെ എങ്ങനെയാണ് ഈ യോഗത്തിൽ കയറ്റിയിരുത്തുന്നത്? അരവിന്ദാക്ഷൻ 6 മാസം മുമ്പ് നമുക്ക് പരാതി ലീവ് തന്നിട്ടായിരുന്നു. ആ ലീവ് അംഗീകരിച്ചു. ഏത് ലീവ്? ലീവ് മുനിസിപ്പൽ കൗൺസില് ലീവ് അംഗീകരിച്ചതാണ്. അംഗീകരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ തുടർന്നും അയാൾക്ക് പങ്കെടുക്കാൻ ആവശ്യമായിട്ടുള്ള വേറൊരു നടപടി മുനിസിപ്പൽ എന്ന രീതിയിൽ നഗരസഭാ സെക്രട്ടറിക്ക് അരവിന്ദാക്ഷൻ നോട്ടീസ് കൊടുക്കാനുള്ള അവസരം ഉണ്ടാകുന്നില്ല. അരവിന്ദാക്ഷൻ ജയിലിലായിരുന്നു. ആ ജയിലിലായതിന്റെ അടിസ്ഥാനത്തിൽ കോടതി അനുമതിയോടുകൂടി കൊടുക്കാൻ വേണ്ടി കഴിയുള്ളൂ. അത് കഴിയില്ല എന്ന രീതിയിലാണ് നിർദ്ദേശിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിൽ അയാൾക്ക് ഈ ക്രയവിക്രയ നടത്താൻ കഴിയില്ല എന്നുള്ളത് കൊണ്ട് തന്നെ അരവിന്ദാക്ഷന് നമുക്ക് അറിയിപ്പ് കൊടുക്കാൻ വേണ്ടി കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ അയാൾ അയോഗ്യനല്ല, യോഗ്യൻ തന്നെയാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അരവിന്ദാക്ഷൻ ഇവിടെ പങ്കെടുക്കുന്നത്. അരവിന്ദാക്ഷൻ അയോഗ്യനാണ് എന്ന് പറഞ്ഞ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പോലും ഒരു വിവരം അരവിന്ദാക്ഷൻ കൊടുത്തിട്ടില്ല. മറ്റുള്ള ആളുകൾ അയോഗ്യനാണ് എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് തീരുമാനിക്കുക, നമ്മളല്ല. തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് തീരുമാനിക്കുക എന്നുള്ളതുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതുവരെ അരവിന്ദാക്ഷൻ അയോഗ്യനായി പ്രഖ്യാപിച്ചിട്ടില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അരവിന്ദാക്ഷൻ യോഗത്തിൽ പങ്കെടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം കൂടി പറയാനുണ്ട്. അരവിന്ദാക്ഷന്റെ ആദ്യത്തെ 6 മാസത്തെ ലീവ് അംഗീകരിച്ചു. പക്ഷെ ആക്ടിൽ പറയുന്നത് ഒരാൾ 6 മാസം ലീവ് അനുവദിച്ചാൽ പിന്നീട് ലീവ് നീട്ടണമെങ്കിൽ അയാൾ ഈ നഗരസഭാ യോഗത്തിൽ പങ്കെടുത്ത് ഒപ്പിട്ടതിന് ശേഷമാണ് 6 മാസം ലീവിന് അപേക്ഷിക്കാൻ കഴിയുള്ളൂ. അപ്പൊ രണ്ടാമത്തെ അത് നിങ്ങൾ പറയുന്ന നിയമമാണ്. നിങ്ങൾ പറയുന്ന നിയമമാണ്. നിങ്ങൾ പറയുന്ന നിയമമാണ്. നിങ്ങൾ അതിന്റെ നടപടിക്രമം അനുസരിച്ച് നിയമപരമായിട്ടുള്ള നടപടി എടുത്തോളൂ. അത് എടുത്തിട്ടുണ്ട്. അതെടുത്തോളൂ. അങ്ങനെയാണെങ്കിൽ ഇത്തരത്തിലുള്ള അയോഗ്യനായ ഒരാളെ ഇരുത്തിക്കൊള്ളൂ. അയോഗ്യൻ നിങ്ങളെ തീരുമാനിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് അരവിന്ദാക്ഷനെ അയോഗ്യനായി കൽപ്പിക്കുക. പിന്നെ നിങ്ങൾ എന്തൊരു അയോഗ്യം പറയാൻ അരവിന്ദാക്ഷൻ അയോഗ്യം എന്ന് പറയുന്നത് എനിക്ക് പറയാൻ അവകാശമുണ്ടോ? നിങ്ങൾക്ക് പറയാൻ അവകാശമുണ്ട്. എനിക്ക് പറയാൻ അവകാശമില്ല. അരവിന്ദാക്ഷൻ അയോഗ്യനല്ല അയോഗ്യനല്ല എന്ന് പറഞ്ഞാണ് അരവിന്ദാക്ഷൻ യോഗത്തിൽ പങ്കെടുക്കുന്നത്. നിങ്ങൾ പറഞ്ഞു ഞാൻ കേട്ടല്ലോ. ഞാൻ പറയട്ടെ. നിങ്ങൾ പറഞ്ഞു ഞാൻ കേട്ടല്ലോ. അയോഗ്യൻ എന്ന് തീരുമാനിക്കുക കൗൺസിലർ അജിത് കുമാറല്ല. അജിത് കുമാറിന്റെ അഭിപ്രായമാണ്. അഭിപ്രായം കേട്ടു. ഞങ്ങളിതാ ഈ യോഗം അത് ചെയ്തോളൂ.
കരുവന്നൂർ കള്ള പണമിടപാട് കേസിൽ ET എടുത്ത കേസുമായി ബന്ധപ്പെട്ട് PR അരവിന്ദാക്ഷൻ കഴിഞ്ഞ 14 മാസമായി ജയിലിലായിരുന്നു. കഴിഞ്ഞ ദിവസമാണ് അരവിന്ദാക്ഷന് ഹൈക്കോടതി ജാമ്യം അനുവദിച്ചത്. നഗരസഭാ യോഗത്തിൽ പങ്കെടുക്കാനെത്തിയ അരവിന്ദാക്ഷനെതിരെ കോൺഗ്രസ് BJP കൗൺസിലർമാർ പ്രതിഷേധവുമായി രംഗത്തെത്തി. അയോഗ്യനായ PR അരവിന്ദാക്ഷനെ നഗരസഭാ കൗൺസിൽ യോഗത്തിൽ പങ്കെടുപ്പിച്ചത് ഭരണഘടനാ ലംഘനമാണെന്ന് പ്രതിപക്ഷം ആരോപിച്ചു. സംഭവത്തിൽ നഗരസഭാ ചെയർമാനും സെക്രട്ടറിയും രാജിവെക്കണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. ഇതോടെ യോഗത്തിൽ വാക്കുതർക്കം അരങ്ങേറി. അരവിന്ദാക്ഷനെ യോഗത്തിൽ പങ്കെടുപ്പിച്ചതിനെതിരെ വിയോജനക്കുറിപ്പ് നൽകി K. അജിത് കുമാർ, SAA ആസാദ് എന്നിവരടക്കമുള്ള പ്രതിപക്ഷ കൗൺസിലർമാർ യോഗം ബഹിഷ്കരിച്ച് ഇറങ്ങിപ്പോയി. എന്നാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതുവരെ അരവിന്ദാക്ഷനെ അയോഗ്യനാക്കിയിട്ടില്ലെന്നും അതുകൊണ്ട് തന്നെ PR അരവിന്ദാക്ഷൻ സഭയിലിരിക്കാൻ യോഗ്യനാണെന്നും നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ പറഞ്ഞു. നിയമാനുസരണം അയാൾ 6 മാസം ലീവിന് അപേക്ഷിച്ചു. ആ ലീവ് കഴിഞ്ഞ് 6 മാസത്തിൽ കൂടുതലായിപ്പോൾ ഒരു 6 മാസത്തെ ലീവ് അനുവദിച്ച വ്യക്തി പിന്നീട് ലീവ് നീട്ടണമെങ്കിൽ അയാൾ ആ കൗൺസിൽ യോഗത്തിൽ ഹാജരായിട്ട് വേണം അപേക്ഷ വയ്ക്കാൻ. അതാണ് മുനിസിപ്പൽ ആക്റ്റിൽ പറയുന്നത്. പക്ഷേ അത് ഹാജരാവാതെ 6 മാസത്തിലധികമായി സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലും ജനറൽ കൗൺസിലും പങ്കെടുക്കാത്ത ഒരാൾ 3 മാസം കഴിഞ്ഞാൽ തന്നെ അയോഗ്യനാണ്. ഇയാൾ അയോഗ്യനാക്കണമെന്ന് ആവശ്യപ്പെട്ട് ഞങ്ങൾ ഇലക്ഷൻ കമ്മീഷനിൽ പരാതി കൊടുത്തിരിക്കുകയാണ്. അതിൻ്റെ തീരുമാനം വരാനിരിക്കുന്നതേ ഉള്ളൂ. ആസാദ് ഡെപ്യൂട്ടി ഡയറക്ടർക്ക് കൊടുത്ത പരാതിയിന്മേൽ അരവിന്ദാക്ഷനെതിരെ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ട് ഇവിടെ കത്ത് വന്നിട്ടുണ്ട്. പക്ഷേ ഇതുവരെ സെക്രട്ടറി രാഷ്ട്രീയ പ്രേരിതമായി ഇയാൾക്കെതിരെ നടപടി എടുത്തിട്ടില്ല. ഇന്നത്തെ യോഗത്തിൽ വന്ന് ഒപ്പിടിക്കുകയാണ്. ഒപ്പിടിക്കുന്ന ഭരണഘടനാ സ്ഥാപനം 93-94 ഭരണഘടനാ ഭേദഗതി പ്രകാരം രൂപീകൃതമായതാണ് കേരളത്തിലെ മുനിസിപ്പാലിറ്റികളും പഞ്ചായത്തുകളും. ആ മുനിസിപ്പൽ ആക്റ്റിൽ 92 പറയുന്നത് 3 മാസത്തെ 3 യോഗത്തിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ആയാലും ജനറൽ കൗൺസിലായാലും പങ്കെടുക്കാത്ത ഒരാൾ അയോഗ്യനാണ്. ഇന്ന് നടന്ന കൗൺസിൽ യോഗത്തിൽ അരവിന്ദാക്ഷൻ പങ്കെടുത്തിൽ ഞങ്ങൾക്ക് വിയോജനമുണ്ട്. കാരണം ഒരു വർഷത്തോളമായി കൗൺസിൽ യോഗത്തിൽ പങ്കെടുക്കാത്തൊരു വ്യക്തി 6 മാസമായി കഴിഞ്ഞാൽ ശരിക്ക് ഈ കൗൺസിൽ സ്ഥാനത്ത് നിന്ന് നമ്മൾ പുറന്തള്ളപ്പെടുന്നതാണ്. ഇദ്ദേഹം ഇന്ന് വന്ന് ഈ യോഗത്തിൽ പങ്കെടുത്തിട്ട് ഞങ്ങൾക്ക് തീർച്ചയായും പ്രതിഷേധമുണ്ട്. പിന്നെ മാത്രമല്ല, കോടതിയിൽ നിന്ന് ജാമ്യത്തിന് വന്നൊരു വ്യക്തിയാണ്. കേസിനെതിരെ ഒരു തീരുമാനം പോലും ആയിട്ടില്ല. ശരി എന്ന് പറഞ്ഞല്ലോ കാച്ചുള്ളൂ. വടക്കാഞ്ചേരി നഗരസഭയിലെ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ PR അരവിന്ദാക്ഷൻ ഇപ്പോഴും നഗരസഭാ കൗൺസിൽ തന്നെയാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അരവിന്ദാക്ഷന് അയോഗ്യത കൽപ്പിച്ചിട്ടില്ല. കഴിഞ്ഞ 6 മാസത്തിന് മുമ്പ് അരവിന്ദാക്ഷൻ്റെ ലീവ് വടക്കാഞ്ചേരി നഗരസഭ പരിഗണിച്ചതാണ്. തുടർന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷനൊക്കെ തന്നെ ചില ഡിവിഷൻ കൗൺസിലർമാരും ഒക്കെ തന്നെ പരാതി കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ അത് പെൻഡിങ്ങിലാണ്. പക്ഷേ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതിനെ സംബന്ധിച്ച് അയോഗ്യനാണ് അരവിന്ദാക്ഷൻ എന്ന് ഇതുവരെയും പറഞ്ഞിട്ടില്ല എന്നുള്ളതുകൊണ്ട് തന്നെയാണ് അരവിന്ദാക്ഷൻ യോഗത്തിൽ പങ്കെടുത്തിട്ടുള്ളത്. ഇന്ത്യൻ ഭരണഘടനയ്ക്കും മുനിസിപ്പൽ ആക്ടിനും വിധേയമായി കൊണ്ടാണ് വടക്കാഞ്ചേരി നഗരസഭ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരാൾ യോഗ്യതയിൽ വന്നില്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ലീവ് പരിഗണിച്ചുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ സ്ഥിരമായിട്ട് പോകാറുള്ളത്. PR അരവിന്ദാക്ഷൻ ബലിയാടായത് ആർക്കു വേണ്ടി? കരുവന്നൂർ കള്ളപ്പണമിടപാട് കേസിൽ കഴിഞ്ഞ 14 മാസമായി ജയിലിൽ കഴിഞ്ഞിരുന്ന വടക്കാഞ്ചേരി നഗരസഭാ കൗൺസിലർ PR അരവിന്ദാക്ഷൻ ജയിൽ മോചിതനായ ശേഷം വീണ്ടും നഗരസഭയിലെത്തി. രാവിലെ കാറിലെത്തിയ അരവിന്ദാക്ഷൻ പ്രതിപക്ഷാംഗങ്ങൾക്ക് കൈകൊടുത്തും ചിരിച്ചും നഗരസഭയുടെ പടികൾ കയറി. നേരെ ചെയർമാന്റെ ക്യാബിനിലെത്തിയ ചെയർമാൻ PN സുരേന്ദ്രനുമായി സംസാരിച്ചു. തുടർന്ന് കൗൺസിലർ യോഗത്തിൽ പങ്കെടുത്തു. മാസങ്ങൾ ജയിലിൽ കഴിഞ്ഞതിന്റെ ക്ഷീണം അദ്ദേഹത്തിന്റെ മുഖത്ത് അനുഭവപ്പെട്ടിരുന്നു. കഴിഞ്ഞ ദിവസമാണ് ഹൈക്കോടതി PR അരവിന്ദാക്ഷൻ കുറ്റക്കാരനല്ലെന്ന് ചൂണ്ടിക്കാട്ടി ജാമ്യം അനുവദിച്ചത്.
ഇവിടെ ഒരു ചോദ്യം ശക്തമാകുകയാണ്. നിരപരാധിയാണെന്ന് ആവർത്തിച്ചു പറയുന്ന അരവിന്ദാക്ഷൻ ആർക്കു വേണ്ടിയാണ് ബലിയാടായത്? ഈ ചോദ്യത്തിന് ഉത്തരം അവശേഷിക്കുകയാണ്. കരുവന്നൂർ കേസിൽ താൻ പങ്കാളിയല്ലെന്നും ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്നും നീതിപീഠത്തിൽ തനിക്ക് വിശ്വാസമുണ്ടെന്നും അരവിന്ദാക്ഷൻ ജയിൽ മോചിതനായ ശേഷം ആവർത്തിച്ചു പറഞ്ഞു. എങ്കിൽ ചെയ്യാത്ത കുറ്റത്തിന് 14 മാസം ജയിലിൽ കഴിഞ്ഞത് ആർക്കു വേണ്ടിയായിരുന്നു? കരുവന്നൂർ കേസിൽ PR അരവിന്ദാക്ഷനെ ED ചോദ്യം ചെയ്തതിനു ശേഷം മുൻ മന്ത്രിയും MLAയുമായ AC മൊയ്തീൻ, CPM ജില്ലാ സെക്രട്ടറി MM വർഗീസ്, കേരള ബാങ്ക് ചെയർമാൻ MK കണ്ണൻ എന്നിവരെ ED ചോദ്യം ചെയ്തിരുന്നു. തന്നെ കേസിൽ ബലിയാടാക്കിയതാണെന്ന് ഒരിക്കൽ PR അരവിന്ദാക്ഷൻ തന്നെ കോടതിയിൽ അറിയിച്ചിരുന്നു. അരവിന്ദാക്ഷനെതിരെ കാര്യമായ തെളിവുകൾ ഹാജരാക്കാൻ കഴിഞ്ഞിട്ടില്ല. എങ്കിലും ഹൈക്കോടതിയിലെ PR അരവിന്ദാക്ഷന്റെ ജാമ്യവ്യവസ്ഥയ്ക്കെതിരെ ED സുപ്രീം കോടതിയെ സമീപിക്കുകയാണ്. 2023 സെപ്റ്റംബർ 26-നാണ് വടക്കാഞ്ചേരി നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PR അരവിന്ദാക്ഷനെ ED അറസ്റ്റ് ചെയ്തത്. PMLA കോടതിയുടെ പരിധി വിട്ടുപോകരുത്, സാക്ഷികളെ സ്വാധീനിക്കരുത്, അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ കൃത്യമായി ഹാജരാകണം എന്നീ നിബന്ധനകൾക്ക് വിധേയമാക്കിയാണ് ജാമ്യം നൽകിയിട്ടുള്ളത്. സരിനൊപ്പം ചേർന്ന യൂത്ത് കോൺഗ്രസ് മുൻ നേതാവ് AK ഷാനിബ് DYFIയിൽ ചേരും. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് നേതൃത്വത്തെ തള്ളിപ്പറഞ്ഞ് സരിനൊപ്പം ചേർന്ന യൂത്ത് കോൺഗ്രസ് മുൻ നേതാവ് AK ഷാനിബ് DYFIയിൽ ചേരും. പ്രതിപക്ഷ നേതാവ് VD സതീശൻ, ഷാഫി പറമ്പിൽ എന്നിവരുടെ പ്രവർത്തന ശൈലിയെ വിമർശിച്ചായിരുന്നു ഷാനിബ് യൂത്ത് കോൺഗ്രസ് വിട്ടത്. കോൺഗ്രസിൽ തന്നെ തുടരുമെന്നാണ് അന്ന് പറഞ്ഞിരുന്നതെന്നും എന്നാൽ തെരഞ്ഞെടുപ്പിന് ശേഷം അതിന്റെ ഫലപ്രഖ്യാപനത്തിന് ശേഷവും പാർട്ടി ഒരു തിരുത്തലിനോ കൂടിയാലോചനയ്ക്കോ തയ്യാറാകുന്നില്ലെന്നാണ് മനസ്സിലാകുന്നതെന്നും ഷാനിബ് തെരഞ്ഞെടുപ്പിലെ വിജയം എന്നത് എല്ലാ പ്രശ്നങ്ങൾക്കും അല്ലെങ്കിൽ പറഞ്ഞ പരാതികളൊക്കെ അസ്ഥാനത്താണ് എന്ന നിലയിലുള്ള ഒരു കണ്ടെത്തലിലേക്കാണ് കോൺഗ്രസ് പാർട്ടി എത്തുന്നത്. അതുകൊണ്ട് തന്നെ ആ പാർട്ടിയുമായി യോജിച്ചു പോകാൻ ഒരു കോൺഗ്രസുകാരൻ എന്ന് പറഞ്ഞു നിൽക്കുന്നത് പോലും മതേതര കേരളത്തോട് കാണിക്കുന്ന അനീതിയാണെന്ന് ഞാൻ തിരിച്ചറിയുന്നു, ഷാനി പ്രതികരിച്ചു. നിഫെസ്റ്റ് 9 ഗ്രാമീണ കലോത്സവത്തിൽ ഏങ്കങ്കാട് കലാസമിതി അങ്കണത്തിൽ പരമ്പരാഗത നാടൻ കളികൾ അരങ്ങേറി. നിഫെസ്റ്റ് 9 ഗ്രാമീണ കലോത്സവത്തിൽ ഇന്നലെ ഏങ്കങ്കാട് കലാസമിതി അങ്കണത്തിൽ പരമ്പരാഗത നാടൻ കളികൾ അരങ്ങേറി. വെള്ളാട്ടുപാണം തെയ്യം, മറയൂരാട്ടം, മംഗലംകളി, ചവിട്ടുകളി, മുടിയാട്ടം, കുടച്ചോഴി, കിണ്ണംകളി തുടങ്ങിയവയുടെ പൂർണ്ണരൂപവും അതിന് പിന്നിലുള്ള ആചാര ചരിത്രങ്ങളും നാടൻ പാട്ടുകളും ഉൾപ്പെടുത്തി ചിട്ടപ്പെടുത്തിയ ഈ കലാവിരുന്ന് സദസ്സിന് ആസ്വാദനത്തിനൊപ്പം അറിവും പകർന്നു നൽകി. മറ്റൊരു വേദിയായ ഒടുവിൽ കുഞ്ഞികൃഷ്ണമേനോൻ സ്മാരക വായനശാലയിൽ നിറച്ചാർത്ത് അംഗമായ സജിത് C നീലകണ്ഠന്റെ ഏകാംഗ ചിത്ര പ്രദർശനം ജനശ്രദ്ധയാകർഷിക്കുന്നു. പേപ്പറിലും മരത്തിലും ബോർഡിലും തീർത്ത 35ഓളം ചിത്രങ്ങളാണ് പ്രദർശനത്തിനുള്ളത്. വാഴാനിയിൽ വെച്ച് നിറച്ചാർത്ത് സംഘടിപ്പിച്ച മഴ വഴിയെ എന്ന മഴക്കാല ക്യാമ്പിന് തുടർച്ചയായി നടത്തിയ രചനകളാണ് ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുള്ളത്. ഏങ്കങ്കാട്ടിലെയും വാഴാനിയിലെയും പ്രകൃതി ദൃശ്യങ്ങളും പരിചിതമായതും വിസ്മൃതിയിൽ ആണ്ടുപോയതുമായ പല കാഴ്ചകളുമാണ് വരകളിൽ നിറയുന്നത്. മഴക്കാലങ്ങൾ തനിക്കേറെ പ്രിയപ്പെട്ടതാണെന്നും അത് തനിക്ക് നിരന്തരമായി വരയ്ക്കാനുള്ള ഊർജം നൽകുന്നുവെന്നും ചിത്രകാരൻ സജിത് C നീലകണ്ഠൻ പറഞ്ഞു. നിദർശനയിൽ നടക്കുന്ന കലാ ക്യാമ്പിനോടനുബന്ധിച്ച് ഇന്ന് ചിത്രകാരായ സജിത R ശങ്കറും മനോജ് വൈലൂറും തങ്ങളുടെ പോർട്ട്ഫോളിയോ അവതരണങ്ങൾ നടത്തി. 3ാം ദിനമായ ഇന്ന് വൈകിട്ട് 7 മണിക്ക് കലാസമിതി അങ്കണത്തിൽ ടീം ഊരാളി അവതരിപ്പിക്കുന്ന മ്യൂസിക് ബാൻഡ് ആൻഡ് ആർട്ട് ഷോ അരങ്ങേറും. ഡിസംബർ 7 ശനിയാഴ്ച വൈകിട്ട് 4:30 നിദർശനിൽ നടക്കുന്ന ചടങ്ങിൽ എഴുത്തുകാരൻ S ഹരീഷ് നിഫെസ്റ്റ് 9 വിലാസിനിക്ക് സമർപ്പിക്കും. തുടർന്ന് മലയാളിയുടെ മാറുന്ന സാംസ്കാരിക നടത്തങ്ങൾ എന്ന വിഷയത്തിൽ ഹരീഷും VM ദേവദാസുമായുള്ള വർത്തമാനം അരങ്ങേറും. ഇനി ഒരു ഇടവേള. തൃശൂർ ആസ്ഥാനമായി ഹോപ്പ് കൗൺസിലിംഗ് സെന്റർ എന്ന സ്ഥാപനം പ്രവർത്തനം ആരംഭിച്ചു. ഹോപ്പ് സൈക്കോളജി കൗൺസിലിംഗ് സെന്ററിൽ കുട്ടികൾ, കൗമാരക്കാർ, മുതിർന്നവർ, പ്രായമായവർ എന്നിവർക്കായി സമഗ്രമായ മാനസിക സേവനങ്ങൾ, എല്ലാവരുടെയും മാനസിക ക്ഷേമത്തിലേക്കുള്ള ഒരു പുതിയ യാത്രയുടെ തുടക്കം കുറിക്കാൻ ഹോപ്പ് കൗൺസിലിംഗ് സെന്റർ, ഓപ്പോസിറ്റ് സരോജ ഹോസ്പിറ്റൽ, ഷൊർണൂർ റോഡ്, തൃശൂർ. വാർത്തകൾ തുടരുന്നു. യൂണിവേഴ്സിറ്റി കോളേജിലെ ഭിന്നശേഷി വിദ്യാർത്ഥിക്ക് നേരെയുണ്ടായത് ക്രൂരമായ സംഭവം. അധികൃതർ നടപടി പാലിച്ചില്ലെങ്കിൽ ഇടപെടും, ഗവർണർ. തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ ഭിന്നശേഷി വിദ്യാർത്ഥിക്ക് നേരെയുണ്ടായ മർദ്ദനം ക്രൂരമായ സംഭവമെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. ഇത്തരം കാര്യങ്ങൾ അനുവദിക്കാൻ കഴിയാത്തതാണ്. കോളേജ് അധികൃതർ നടപടി സ്വീകരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നിയമങ്ങളും നടപടികളും പാലിച്ചില്ലെങ്കിൽ തീർച്ചയായും താൻ ഇടപെടുമെന്നും വിഷയത്തിൽ അടിയന്തിരമായി തന്നെ നടപടി സ്വീകരിക്കണമെന്നും ഗവർണർ ആവശ്യപ്പെട്ടു. കേരള ഗർമാലിന്യ പരിപാലന പദ്ധതിയുടെ ഭാഗമായി സൗജന്യ മെഡിക്കൽ ക്യാമ്പും പ്രഥമ ശുശ്രൂഷ പരിശീലനവും സംഘടിപ്പിച്ചു. കേരള ഗർമാലിന്യ പരിപാലന
പദ്ധതിയുടെ ഭാഗമായി വടക്കാഞ്ചേരി നഗരസഭയിലെ കുമ്പളങ്ങാട് ഡംപ് സെന്ററിൽ ആരംഭിച്ച ബയോമൈനിംഗ് പ്രവൃത്തിയിൽ ഏർപ്പെടുന്ന കരാറുകാരുടെ തൊഴിലാളികൾക്കും കുമ്പളങ്ങാട് പരിസരവാസികൾക്കും സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. രാവിലെ 10 മണി മുതൽ 12:30 വരെ കുമ്പളങ്ങാട് ഖരമാലിന്യ സംസ്കരണ പ്ലാന്റിൽ നടന്ന ക്യാമ്പിൽ 100ഓളം പേർ പങ്കെടുത്തു. വടക്കാഞ്ചേരി ജില്ലാ ആശുപത്രിയുടെയും മുണ്ടത്തിക്കോട് പബ്ലിക് ഹെൽത്ത് സെന്ററിന്റെയും സഹകരണത്തോടെയാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. ക്യാമ്പിന്റെ ഭാഗമായി ജനറൽ മെഡിസിൻ ഡോക്ടറുടെ സേവനവും അവശ്യമരുന്നുകളും സൗജന്യമായി ലഭ്യമാക്കിയിരുന്നു. വടക്കാഞ്ചേരി സ്റ്റേഷനിലെ ഫയർ ആൻഡ് റെസ്ക്യൂവിന്റെ സഹായത്തോടെ പ്രഥമ ശുശ്രൂഷ പരിശീലനവും നടന്നു. മെഡിക്കൽ ക്യാമ്പിന് മുണ്ടത്തിക്കോട് PHC മെഡിക്കൽ ഓഫീസർ ഡോക്ടർ MF പോൾ, PHCയിലെ ഉദ്യോഗസ്ഥരായ AG ശശികുമാർ, PG ബാബു, SR ശ്രീരേഖ, VP ഷൈൻഡി, വടക്കാഞ്ചേരി ജില്ലാ ആശുപത്രി ഫാർമസിസ്റ്റ് K ശരത്, KSWMP ഉദ്യോഗസ്ഥരായ മിഥിൻ മാത്യു, ആശാ വർക്കർമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഫയർ ആൻഡ് റെസ്ക്യൂ ഉദ്യോഗസ്ഥരായ DP നിതിൻ ദേവ്, U കൃഷ്ണരാജ് എന്നിവർ പ്രഥമ ശുശ്രൂഷ പരിശീലനവും നൽകി. ക്യാമ്പിന് നഗരസഭാ സെക്രട്ടറി KK മനോജ് സ്വാഗതവും KSWMP സോഷ്യൽ എക്സ്പെർട്ട് ശുഭിത മേനോൻ നന്ദിയും പറഞ്ഞു. വടക്കാഞ്ചേരി നഗരസഭയിൽ കൗതുകമായി സെൽഫി പോയിന്റ്. ഇലക്ഷന്റെ ഭാഗമായി വടക്കാഞ്ചേരി നഗരസഭയിൽ സ്ഥാപിച്ച സെൽഫി പോയിന്റ് കൗതുകകരമാകുന്നു. വർണ്ണച്ചിറകുകൾ വിടർത്തി പറക്കുന്ന ചിത്രശലഭമാണ് സെൽഫി പോയിന്റ് മാതൃകയിൽ നഗരസഭാ ഓഫീസിന് മുൻവശം ഒരുക്കിയിട്ടുള്ളത്. നഗരസഭയിൽ വിവിധ ആവശ്യങ്ങൾക്കായി എത്തുന്ന പൊതുജനങ്ങൾ ചിത്രശലഭത്തെ പോലെ ഒരു സെൽഫി എടുത്താണ് മടങ്ങുന്നത്. സ്വച്ഛ് സർവേക്ഷൺ 2024 വരും ദിവസങ്ങളിൽ നഗരസഭയുടെ വിവിധ ഭാഗങ്ങളിലായി സെൽഫി പോയിന്റുകൾ ഒരുക്കും. ഭിന്നശേഷി ദിനാചരണത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച ഭിന്നശേഷി കലോത്സവത്തിൽ നഗരസഭ ഒരുക്കിയ മറ്റൊരു സെൽഫി പോയിന്റും മുഖ്യ ആകർഷണമായിരുന്നു. നഗരസഭയിലെ പൊതു ഇടങ്ങളിലെല്ലാം കേന്ദ്ര പാർപ്പിട നഗരകാര്യ മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന രാജ്യത്തെ ഏറ്റവും വലിയ ശുചിത്വ സർവേകളിലൊന്നായ സ്വച്ഛ് സർവേക്ഷന് ഒരുങ്ങുകയാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. ആന എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട ഹൈക്കോടതി ഉത്തരവിനെതിരെ K രാജൻ. സന്ദീപ് വാര്യർ KPCC ജനറൽ സെക്രട്ടറിയാകും. ടീം കോമിന് നഷ്ടപരിഹാരം നൽകാനുള്ള നീക്കം ദുരൂഹമെന്ന് VD സതീശൻ. ശബരിമലയിൽ നടൻ ദിലീപ് VIP പരിഗണനയിൽ ദർശനം നടത്തിയതിൽ വിമർശനവുമായി ഹൈക്കോടതി. വാഴാനി മേഖലയിൽ മധ്യവയസ്കനായ കർഷകന് ലിഷ്മാനിയാസിസ് എന്ന രോഗം കണ്ടെത്തി. സുരേഷ് ഗോപിക്ക് സിനിമയിൽ അഭിനയിക്കാൻ BJP കേന്ദ്ര നേതൃത്വം അനുമതി നൽകി. വാക്കുതർക്കത്തിനും ബഹളത്തിനുമിടയിൽ ജയിൽ മോചിതനായ PR അരവിന്ദാക്ഷൻ നഗരസഭയിലെത്തി. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ അവസാനിച്ചു. നമസ്കാരം.